ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. നല്ലൊരു ചൂട് കഴിഞ്ഞ് നമ്മളെല്ലാവരും മഴക്കാലത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ള കാലം കൂടിയാണ് മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലൂടെയാണ്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ വായുവിലൂടെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലൂടെ വരുന്നതാണ്. മൂന്നാമതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൊതുകിലൂടെ വരുന്നതാണ് അസുഖങ്ങൾ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഈ സമയത്ത്, കാരണം സ്കൂളുകളൊക്കെ തുറന്നു, കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മഴക്കാലത്ത് വേഗം വരുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ വായുവിലൂടെയുള്ള അസുഖങ്ങൾ. അതിൽ പ്രധാന കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ ഉണ്ടാകുക, ജലദോഷം, പനി വരിക, അതുപോലെ തന്നെ വൈറൽ ഫീവർ. ഇതൊക്കെ ഈ വായുവിലൂടെയാണ് പകരുന്നത്. നമ്മൾ തുമ്മുമ്പോഴും അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴും ഒക്കെ നമ്മൾ അത് വായുവിലൂടെ വേറൊരാൾക്ക് അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് വരാതെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ തുമ്മുമ്പോഴും അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെ നമ്മളൊരു ടവൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് പൊത്തി നമ്മൾ ചെയ്യുക. നമ്മുടെ കൈകൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പരിധി വരെ നമുക്ക് ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മാസ്കുകൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളെ തടയാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക, ധാരാളമായിട്ട് വെള്ളം കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി വളരെയധികം സഹായിക്കും. നേരിയ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊടുക്കുക. പിന്നെ ഭക്ഷണങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും നന്നായിട്ട് കഴുകിയിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. അതുപോലെ ഹെൽത്ത് അവർക്ക് അതായത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമുക്ക് ഈ ഒരു സമയത്ത് ഭക്ഷണം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അടുത്തത് നമ്മൾ പറഞ്ഞു വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ. വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ പ്രധാനമായിട്ടും കോളറ, അതുപോലെ തന്നെ എലിപ്പനി. അപ്പോൾ ഇതിന് നമുക്ക് തടയാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് വേണം ഉപയോഗിക്കാൻ. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്ത് വെക്കുക, തുറന്നു വെക്കാതെ കഴിക്കുക, അതുപോലെ തുറന്നു വെക്കാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികൾക്കാണെങ്കിലും നമ്മളും ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ഡെങ്കു, അതായത് കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഡെങ്കു, അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ. അതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ജോയിൻറ്റ് പെയിനും ഭയങ്കരമായിട്ട് സിവിയറായിട്ട് കുളിരുന്നത് പോലെ, അതുപോലെ തന്നെ നന്നായിട്ടുള്ള പനി വരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പനി വന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ സ്വയം മെഡിസിൻസ് എടുക്കാതെ തീർച്ചയായും നമ്മൾ ഈ ഒരു സമയത്ത് ഡോക്ടറെ പോയി വിസിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പും മെഡിസിനും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊരു പനി ഉണ്ടാകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ധാരാളമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചില കാര്യങ്ങളുണ്ട്. അതായത് അതിൽ ഒന്നെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ധാരാളമായിട്ട് തിളപ്പിച്ചാറിയ ഭക്ഷണങ്ങൾ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എന്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിലും അത് നന്നായിട്ട് കഴുകി അത് കുറച്ച് നേരം വേണമെങ്കിൽ നമുക്കത് വിനാഗിരിയിലോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പിട്ടിട്ടോ ഒക്കെ നമുക്ക് വെച്ചിട്ട് വൃത്തിയായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കഴിക്കാൻ കൊടുക്കുക. പിന്നെ നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടതാണ് വ്യക്തി ശുചിത്വം. അതായത് നമ്മളുടെ ഇന്നേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സുകളാണെങ്കിലും ഉണങ്ങാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം കൂടിയാണിത്. അപ്പോൾ നമ്മൾ നനഞ്ഞ ഡ്രസ്സുകൾ ഇടുന്നത് മാക്സിമം ഒഴിവാക്കുക. നന്നായിട്ട് ഡ്രൈ ആയി ക്ലീൻ ആയിട്ട് വേണം നമ്മളുടെ ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കാൻ. പിന്നെ അതുപോലെ കുട്ടികളെ 2 നേരം നമ്മൾ കുളിക്കുക, ശരീരമൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത്. പിന്നെ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ഒരു മഴക്കാല സമയത്ത് നമുക്ക് കഴിക്കാൻ നല്ലത്? ഭക്ഷണങ്ങൾ എപ്പോഴും നമ്മൾ നേരിയ ചൂടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് എപ്പോഴും കഴിക്കാൻ നല്ലത്. അതായത് തണുത്ത് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാളും ദഹനത്തിനും ഒക്കെ നല്ലത് എപ്പോഴും ഒരു ലൈറ്റ് ചൂടോടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ നോക്കുക. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതലായിട്ട് കൊടുക്കുക. അതിപ്പോൾ പച്ചക്കറികളൊക്കെ നമുക്ക് എപ്പോഴും സൂപ്പ് രൂപത്തിലാക്കുന്നത് നമ്മുടെ ബോഡിക്ക് ദഹനത്തിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് സൂപ്പ് രൂപത്തിൽ
രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണങ്ങൾ തുറന്നു വെച്ച് നമ്മൾ കഴിക്കാതിരിക്കുക, ജങ്ക് ഫുഡുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഈ തണുപ്പ് കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കുറിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള ജങ്ക് ഫുഡുകളും പാക്കറ്റ് ഫുഡുകളും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള ഫുഡുകൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് കൂടാനും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അത് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുകയും കുറച്ച് വരികയും ഒപ്പം നമ്മൾ ഹെൽത്തി ഫുഡുകൾ കഴിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ കഴിക്കാം. അതായത് ഇപ്പം നമ്മൾ ഗ്രീൻ ടീ കുടിക്കാം. ഇതൊക്കെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടി. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളാണ്. പലതരത്തിലുള്ള പരിപ്പ്, ചെറുപയർ, അതുപോലെ തന്നെ എല്ലാതും കടല ഒക്കെ നമുക്ക് വെള്ള കളർ കടല, അങ്ങനത്തെ പലതരത്തിലുള്ള കടലകളും പയറുവർഗ്ഗങ്ങളും നമ്മളുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പലതരത്തിലുള്ള പൊരിച്ച കടികൾ നമ്മൾ അല്ലെങ്കിൽ പഴംപൊരി അങ്ങനത്തെ പരിപ്പ് വട ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. അതാവുമ്പോൾ ദഹനത്തിനും അത് എഫക്റ്റ് ചെയ്യില്ല, നമുക്ക് കൂടുതലായിട്ട് കാലറീസ് നമ്മുടെ ശരീരത്തിൽ വരാതെ ഇത് ശ്രദ്ധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ആണെങ്കിലും നമ്മൾക്കാണെങ്കിലും പലതരത്തിലുള്ള അസുഖങ്ങൾ വരാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സഹായിക്കും. വീട്ടിലെ ഒരാൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജലദോഷമോ ചുമയോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതായത് അവരുടെ കൈകൾ എപ്പോഴും ക്ലീൻ ആയിരിക്കുക, ഹാൻഡ് വാഷ് ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുക. അവർ വേറെ ആ ഒരു തുമ്മിയ കൈ ഉപയോഗിച്ചിട്ട് അവർ വേറെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വൈറസ് ആ ഒരു ഏരിയയിൽ വരും. അപ്പോൾ അത് കുട്ടികളെ ടച്ച് ചെയ്യുന്ന ആ കുട്ടികൾക്ക് അത് സ്പ്രെഡ് ആവും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അസുഖങ്ങൾ ഉള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അവരെ ഐസൊലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ പ്രത്യേക ഒരു സ്പെഷ്യൽ കെയർ കൊടുത്ത് അവരെ കൊണ്ടുപോകണമെങ്കിൽ അത് ബാക്കിയുള്ള വീട്ടിലെ മെമ്പേഴ്സിനും കൂടി സ്പ്രെഡ് ആവാതെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.